എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ പലഹാരമായ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം കലത്തപ്പാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ ഒരു കലത്തപ്പം റെഡിയാക്കി എടുക്കാതെ പച്ചരി കുതിർത്ത് അത് അരച്ചൊക്കെയാണ്. എന്നാൽ ഇന്ന് വെറും 5 മിനിറ്റ് കൊണ്ട് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കലത്തപ്പം ഇഷ്ടമുള്ളവർ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടുള്ള കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള 250 ml കപ്പിൽ മുഴുവനായിട്ടും അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഒരിക്കലും പുട്ടുപൊടി ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മൾ അപ്പം അതേപോലെ ഇടിയപ്പം നെയ്പത്തിരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കപ്പ് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ്സിലാണ് പൊടി എടുക്കുന്നതെങ്കിൽ ഇതിൽ അനുസരിച്ചിട്ടായിരിക്കണം. അതായത് ഈ ഒരു ഗ്ലാസ്സിലായിരിക്കണം ഈ ഒരു കലത്തപ്പത്തിന് വേണ്ടിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കട്ടോ. അളവുകളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു പൊടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ഏലക്കായാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതാണ് കേട്ടോ. ഇനി ജീരകം പൊടിച്ചത് ജീരകത്തിന്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഏലക്കായുടെയും അതേപോലെ ജീരകത്തിന്റെയും ഫ്ലേവർ ഒന്നും ഒരുപാട് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കണ്ട. ആ ഒരു ഫ്ലേവർ ജസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് ആ ഒരു ഫ്ലേവർ കിട്ടണം, അതിന് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള ജീരകം ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏത് കപ്പിലാണോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ളത് അതേ സെയിം ഗ്ലാസ്സിൽ അല്ലാന്നുണ്ടെങ്കിൽ അതേ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിൽ സാധാരണ വെള്ളം കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് മുഴുവനായിട്ടും പിന്നെ 1/4 കപ്പ് എക്സ്ട്രാ വെള്ളവും. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് അളവിൽ സാധാരണ വെള്ളം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതേ ഒരു കപ്പ് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ ഒരു 1/4 കപ്പ് എക്സ്ട്രാ വെള്ളം കൂടി കേട്ടോ. അപ്പോൾ കറക്റ്റ് 1/4 കപ്പ് അളവിൽ സാധാരണ വെള്ളം. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ ചിരകി എടുത്തിട്ടുള്ള തേങ്ങയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 1/4 കപ്പ് അളവിൽ തേങ്ങ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ അടിയിലുള്ള പൊടിയൊക്കെ അവിടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഈ ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് നമ്മൾ മാവൊക്കെ അരച്ചെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് അരയുന്ന രീതിയിൽ ഒന്ന് അരച്ചിട്ടെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള മിക്സ് നമുക്ക് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങ് മാറ്റി കൊടുത്തേക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അപ്പത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 200 ഗ്രാം അളവിൽ ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് പൊടിയായിട്ടുള്ള ശർക്കരയാണ്. അതിപ്പോൾ കറക്റ്റ് 200 ഗ്രാം ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്യൂബായിട്ടുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അത് കറക്റ്റ് 3 അച്ച് ശർക്കര എടുക്കുക. അത് കറക്റ്റ് 200 ഗ്രാം ഉണ്ടാകും കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ പൊടി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു പാത്രത്തിൽ തന്നെ അതേ ഒരു കപ്പിൽ തന്നെ കേട്ടോ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കലത്തപ്പത്തിൽ നമ്മൾ 1/4 കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് വെള്ളവും അതുകൂടാതെ ഈ ഒരു ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം, മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളം. വെള്ളത്തിന്റെ അളവ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് കറക്റ്റായിട്ട് എടുക്കുക, എങ്കിലും നമ്മുടെ കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ കണ്ടോ നന്നായിട്ട് ഇവിടെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ശർക്കര നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ശർക്കര പാനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലോട്ട് നമുക്കങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ശർക്കര പാനി ഈ ഒരു മാവിലോട്ട് ഒഴിക്കുന്ന ആ ഒരു സമയം തന്നെ നന്നായിട്ട് ഇതുപോലുള്ള ഒരു സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ വെച്ചിട്ട് ഇളക്കി കൊടുക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ മാവ് അവിടെ കട്ട പിടിച്ചിരിക്കും. ഈ ശർക്കര പാനി നല്ല ചൂടിൽ വേണം നമ്മൾ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മാവ് നന്നായിട്ട് ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ ഒരു ശർക്കര പാനിയുടെ ചൂട് കാരണം
മാവ് പെട്ടെന്ന് അവിടെ എവിടെയായിട്ട് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ നല്ല സ്പീഡിൽ തന്നെ കേട്ടോ, പതുക്കെയല്ല നല്ല സ്പീഡിൽ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു കുക്കർ സ്റ്റൗവിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കലത്തപ്പത്തിനൊക്കെ ഓയിലിന് പകരം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയായിരിക്കും കൂടുതൽ നല്ലതായിട്ട് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 12-13 ചെറിയ ഉള്ളിയായിട്ട്, അതായത് കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കലത്തപ്പത്തിന് ഈ ഒരു ചെറിയുള്ളിയും തേങ്ങാ കൊത്തും മസ്റ്റാണ് കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു നാടൻ റെസിപ്പിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് കുറച്ച് തേങ്ങാ കൊത്തും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് കളർ മാറുന്നവരെ ഈ ഒരു വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങാ കൊത്തിൻ്റെയും ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം. ഇനി ഈ ഒരു മാവിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും അതേപോലെ ചെറിയ ഉള്ളിയുടെയും പകുതി ഭാഗം ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, പകുതി ഭാഗം നമുക്ക് ഈ ഒരു മാവിലോട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിടുന്ന സമയത്ത് ഒരുപാടായി പോണ്ട, ഒരു നുള്ളു മാത്രം മതി. പിന്നെ നമ്മുടെ അപ്പം നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇതേ ഒരു കുക്കറിൽ തന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് കുക്കർ നന്നായിട്ട് ഇതുപോലെ ചൂടാവണം കേട്ടോ. കുക്കറിൽ നിന്ന് പുക വരാൻ വേണ്ടിയിട്ട് തുടങ്ങണം. എങ്കിലും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് അപ്പം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ വാട്ടിയെടുത്തിട്ടുള്ള ഒരു വെളിച്ചെണ്ണ കേട്ടോ. കൂടുതൽ വെളിച്ചെണ്ണ നമുക്ക് ഇതിന് ആവശ്യമില്ല. എന്നിട്ട് തീ എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് നമുക്ക് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അതേപോലെ ചെറിയ ഉള്ളിയും ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്കിതിൻ്റെ ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അടപ്പിടുന്ന സമയത്ത് നമുക്കിതിൻ്റെ വിസിൽ ആവശ്യമില്ല. വാഷർ ഇട്ടിട്ടുണ്ട്, വിസിലിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കറക്റ്റ് ഒരു 5 മിനിറ്റ് നമുക്കിത് ഈ ഒരു അപ്പം നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഈ ഒരു കുക്കറിൻ്റെ ഈ ഒരു ഹോൾസിൽ നിന്ന് വെള്ളത്തുള്ളികളും അതുപോലെ ആവിയൊക്കെ പുറത്ത് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം 5 മിനിറ്റ് ഏറ്റവും ഒരു ലോ ടു മീഡിയം ഫ്ലെയിം, ഒരുപാട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ ഈ ഒരു ഹോൾസിൽ കൂടി ആവിയും വെള്ളത്തുള്ളികളൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടോ. കറക്റ്റ് ഇതേ ആവി അത്യാവശ്യം വരുന്നുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ് കണ്ടോ, ആവി നന്നായിട്ട് വരുന്നുണ്ട്, അതേപോലെ വെള്ളത്തുള്ളികളും വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോഴാണ് ഈ ഒരു വെള്ളത്തുള്ളികൾ ആവിയൊക്കെ പുറത്തോട്ട് വരാൻ വേണ്ടി തുടങ്ങുക. ആ ഒരു സമയത്ത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കുക്കറിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറണം. നമുക്ക് കുക്കറിൽ കൈ ഇറക്കിയിട്ട് അപ്പം പുറത്തോട്ട് എടുക്കാൻ പാകത്തിലാവണം. അതിന് വേണ്ടിയിട്ട് കുക്കറിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറണം. ഈ ഒരു ചൂടിലിരുന്ന് നമ്മുടെ അപ്പം ഉള്ളിൽ കിടന്നിട്ട് വേവാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചൂട് മുഴുവനായിട്ടും മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം എടുത്ത് പറയുന്നത്. ചിലർ ചൂട് മാറാൻ വേണ്ടിയിട്ട് കുക്കർ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് തനിയെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചൂട് അങ്ങോട്ട് പോട്ടെ. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പ് നമുക്ക് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ചൂട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറട്ടെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറി നമുക്കിത് ഈ ഒരു കുക്കർ തൊടാൻ പാകത്തിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് തൊടാൻ പാകത്തിലാവണം. ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് അഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് അങ്ങ് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു തേങ്ങാക്കൊത്തും നമ്മുടെ സവാളയൊക്കെ മുകളിൽ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു അപ്പത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ഈ കുക്കറിൽ നിന്ന് അങ്ങോട്ട് വിടിയിച്ചു കൊടുക്കാം കേട്ടോ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അപ്പം ഈ ഒരു കുക്കറിൽ നിന്ന് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സൈഡൊക്കെ ഞാൻ ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കട്ടെ. എന്നിട്ട് പതുക്കെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു സമയത്തൊക്കെ കുക്കറിൻ്റെ ചൂട് നന്നായിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പതുക്കെ
നമുക്ക് അങ്ങോട്ട് കൈ ഉപയോഗിച്ചിട്ട് ഈ അപ്പം ഇതുപോലെ അങ്ങോട്ട് എടുക്കാം. അടിയിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. ആ ഒരു തീയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ വെള്ളത്തിൻ്റെ കാര്യവും കേട്ടോ. അത് ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് അടുത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിത് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കത്തിയൊക്കെ ഇതുപോലെ വെക്കുന്ന സമയത്ത് നല്ല എന്താ പറയുക, നല്ല വിഗ്ലി ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അത്രയും സോഫ്റ്റാണ് നമ്മുടെ അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരൊക്കെ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കലത്തപ്പം ഇഷ്ടപ്പെട്ടവർ വേഗം തന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംലാസ് ഫുഡ് വേൾഡ്. ബൈ ബൈ.